രോഗാണുക്കൾക്കെതിരായ മനുഷ്യൻ്റെ പോരാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികളെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും അറിവില്ലെങ്കിലും പലതരം ചികിത്സാരീതികൾ പുരാതന കാലങ്ങളിൽ നിലനിന്നിരുന്നു. ഈജിപ്തിലും ബാബിലോണിയയിലുമെല്ലാം പലതരം ചെടികളും ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വന്നു. ചികിത്സ നടത്തിയിരുന്ന പുരോഹിതന്മാർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനകളും നടത്തിവന്നു. പിന്നീട് പ്രാർത്ഥനകളുടെ തോത് കൂടി വന്നു. ഇത് രോഗങ്ങളെ ദൈവങ്ങളുമായി ബന്ധിപ്പിക്കാനിടയാക്കി. രോഗസൗഖ്യം വന്നവരെ ദൈവാധീനമുള്ളവരാക്കി. മരുന്നുകളുടെ പ്രാധാന്യം പതിയെ കുറഞ്ഞു വന്നു. സമാന സാഹചര്യങ്ങളാണ് ഇന്ത്യയിലും നിലനിന്നിരുന്നത്. ആയുർവേദത്തിൻ്റെ ഉദ്ഭവം ദൈവീകമായാണ് കണക്കാക്കുന്നത്. അശ്വിനി ദേവകളെ വൈദ്യത്തിൻ്റെ അധിപന്മാരായി ആരാധിച്ചു. എങ്കിലും പതുക്കെ പതുക്കെ ആയുർവേദം ഭൂമിയിലേക്കിറങ്ങി. ചരകൻ, സുശ്രുതൻ തുടങ്ങിയ അതിപ്രഗൽഭരായ ഭിഷഗ്വരന്മാർ രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആയുർവേദം ശാസ്ത്രീയമായി നേടിയ ഉന്നതിക്ക് തെളിവുകളാണ്. ഗ്രീക്ക് പുരാണപ്രകാരം അപ്പോളോ ആണ് വൈദ്യത്തിൻ്റെ ദേവൻ. അപ്പോളോ ദേവൻ്റെ മകനാണ് അസ്ക്ലേപ്പിയസ്. ഇദ്ദേഹം ഒരു വലിയ ചികിത്സകനായിരുന്നെന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് അസ്ക്ലേപ്പിയസിന് ഗ്രീസിൽ നിരവധി ആരാധനാലയങ്ങളുണ്ടായി. അസ്ക്ലേപ്പിയസിൻ്റെ ദണ്ഡാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ തന്നെ പ്രതീകം. വൈദ്യശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും കെട്ടുപിടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങളായിരുന്നു പുരാതന ആശുപത്രികൾ. ഈ കാലഘട്ടത്തിൽ BC 460 വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ഹിപ്പോക്രൈറ്റ്സിൻ്റെ ജനനം. ഡെമോക്രിറ്റസിൻ്റെ ശിഷ്യനായ ഹിപ്പോക്രൈറ്റ്സ് അറിവിനായി ലോകമെമ്പാടും സഞ്ചരിച്ചിരുന്നു. വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വിപ്ലവകരമായ ആദർശങ്ങളായിരുന്നു ഹിപ്പോക്രൈറ്റ്സിൻ്റേത്. വൈദ്യൻ രോഗത്തെ മാത്രം പഠിച്ചാൽ പോരാ, രോഗിയെയും പഠിക്കണം എന്നാഹ്വാനം ചെയ്തു. ഹിപ്പോക്രൈറ്റ്സിൻ്റെ കാലം മുതൽ വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. വൈദ്യശാസ്ത്രത്തെ ദേവാലയങ്ങളിൽ നിന്നും പുരോഹിതരിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ ഹിപ്പോക്രൈറ്റ്സിനു കഴിഞ്ഞു. വൈദ്യശാസ്ത്രം എല്ലാ കലകളിലും വെച്ച് ശ്രേഷ്ഠമാണെന്നും അത് പ്രയോഗിക്കുന്ന ചിലരുടെ അറിവില്ലായ്മ മൂലം മറ്റു കലകളുടെ പിറകിലാകേണ്ടി വന്നതാണെന്നും പറഞ്ഞ ഹിപ്പോക്രൈറ്റ്സ് തൻ്റെ കലയും ജീവിതവും ശുദ്ധവും പാവനവുമായി സൂക്ഷിക്കുമെന്ന ഉടമ്പടി ശിഷ്യന്മാരുമായി ഉണ്ടാക്കി. ഈ ഉടമ്പടി ഇന്നും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ പിന്തുടരുന്നു. ഗ്രീസിലെ നിയമം മൂലം ഹിപ്പോക്രൈറ്റ്സിന് മനുഷ്യ ശരീരം കീറി പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെയാവണം അദ്ദേഹം ചതുർരസ സിദ്ധാന്തം കൊണ്ടുവന്നത്. മനുഷ്യ ശരീരം ചൂട്, തണുപ്പ്, ഉണക്ക്, ഈർപ്പം എന്നീ 4 രസങ്ങൾ ചേർന്നതാണെന്നും ഇവയിൽ ഏതെങ്കിലും ഒന്ന് അധികമാവുകയോ കുറയുകയോ ചെയ്യുന്നതാണ് ആരോഗ്യം ക്ഷയിക്കാനുള്ള കാരണം എന്നും ഹിപ്പോക്രൈറ്റ്സ് ചതുർരസ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു. ഹിപ്പോക്രൈറ്റ്സിനു ശേഷം 500-ലേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഗാലൻ്റെ ജനനം. ഇക്കാലം കൊണ്ട് പടിഞ്ഞാറിൻ്റെ വൈജ്ഞാനിക കേന്ദ്രം ഗ്രീസിൽ നിന്ന് റോമിലേക്ക് മാറിയിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഏഷ്യ മൈനറിലെ പെർഗമണിലാണ് ഗാലൻ ജനിച്ചത്. അന്നത്തെ വിജ്ഞാന കേന്ദ്രമായ പെർഗമണിൽ ജനിച്ച ഗാലൻ നിരവധി വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരം കീറിമുറിക്കുന്നതിന് തടസ്സമായ നിയമങ്ങൾ റോമിലും നിലനിന്നിരുന്നതിനാൽ ഹിപ്പോക്രൈറ്റ്സിൻ്റെ ചതുർരസ സിദ്ധാന്തം തന്നെയാണ് ഗാലനും പിന്തുടർന്നത്. ഗാലൻ്റെ സിദ്ധാന്തങ്ങൾ അന്ധമായി പിന്തുടരുകയാണ് പിൽക്കാലത്തുള്ളവർ ചെയ്തത്. തുടർന്ന് വിജ്ഞാനാന്ധതയുടെ ഒരു കാലഘട്ടം അരങ്ങേറി. 5-ാം നൂറ്റാണ്ടോടെ ചില അപരിഷ്കൃത വർഗ്ഗക്കാർ റോമിനെ കീഴടക്കി. ഇതിലൂടെ നശിച്ചത് വൈദ്യശാസ്ത്ര രംഗത്തെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ കൂടിയാണ്. 12-ഉം 13-ഉം നൂറ്റാണ്ടുകൾ കുരിശുയുദ്ധങ്ങളുടെ കാലമായിരുന്നു. ക്രിസ്ത്യാനികളും അറബികളും മതത്തിനു വേണ്ടി നടത്തിയ ഈ യുദ്ധങ്ങൾക്ക് പക്ഷേ കിഴക്കിൻ്റെ വിജ്ഞാനം പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് പകരാനായി. വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ വളർച്ച സാധ്യമായത് 15-ാം നൂറ്റാണ്ട് മുതലാണ്. വൈദ്യശാസ്ത്രത്തിനു ചുറ്റും മതങ്ങൾ കെട്ടിപ്പൊക്കിയിരുന്ന അജ്ഞതയുടെ കോട്ടകൾ തകർത്തെറിയാൻ കരുത്തുള്ളവർ ഭൂമിയിൽ പിറന്നത് മുതൽ. ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച കോപ്പർനിക്കസിൻ്റെ കാലത്തും മതാധികാരികൾ പുരോഗമന ചിന്തയെയും ചിന്തകരെയും അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു. ഇക്കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പരത്തിയ ത്രിമൂർത്തികളാണ് പാരാസെൽസസ്, വെസേലിയസ്, ഫ്രക്കാസ്റ്റോറോ എന്നിവർ. രോഗമുണ്ടാക്കുന്നത് ശരീരത്തിൽ കടന്നുകൂടുന്ന പരാതങ്ങളാണെന്നും രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവയെ നശിപ്പിച്ചാലേ രോഗശമനമുണ്ടാകൂവെന്നും പാരാസെൽസസ് അഭിപ്രായപ്പെട്ടു. രസതന്ത്രത്തിൻ്റെ കർത്തവ്യം സ്വർണമുണ്ടാക്കലല്ല മരുന്നുകളുണ്ടാക്കലാണെന്ന് പറഞ്ഞ പാരാസെൽസസ് സൾഫർ, മെർക്കുറി, ആർസനിക് എന്നിവയെ ഔഷധമായി ഉപയോഗിച്ചിരുന്നു. അറിവില്ലായ്മയോടുള്ള തൻ്റെ പ്രതിഷേധം പാരാസെൽസസ് തീർത്തത് ഗാലൻ്റെയും അവിസന്നയുടെയും ഗ്രന്ഥങ്ങൾ പരസ്യമായി കത്തിച്ചാണ്. ചതുർരസ സിദ്ധാന്തത്തെ നഖശിഖാന്തം എതിർത്ത പാരാസെൽസസിനെ പക്ഷേ അധികാരിവർഗം ചിത്രീകരിച്ചത് രാജ്യദ്രോഹിയായാണ്. രാത്രികാലങ്ങളിൽ ശവപ്പറമ്പുകളിൽ ചെന്ന് ശവശരീരം കീറിമുറിച്ച് പരിശോധിച്ചാണ് വെസേലിയസ് ഹ്യൂമൺ അനാട്ടമി പഠിച്ചത്.
1543 തൻ്റെ നിരീക്ഷണങ്ങൾ പുസ്തകരൂപത്തിലാക്കിയ വെസേലിയസ് മൂലം അതുവരെയുള്ള പ്രമാണമായിരുന്ന ഗാലൻ്റെ ഗ്രന്ഥത്തിലെ പിഴവുകൾ ലോകജനത അറിഞ്ഞു. ഇറ്റലിയിലെ വെറോണയിൽ ജനിച്ച ഫ്രക്കാസ്റ്റോറോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന പകർച്ചവ്യാധികൾക്ക് കാരണം സൂക്ഷ്മജീവികളാണെന്നു കണ്ടെത്തിയിരുന്നു. രോഗിയുമായും രോഗി ഉപയോഗിച്ച വസ്തുക്കളുമായും ഉള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും രോഗം പകരാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതം മയക്കിക്കിടത്തിയ ലോകത്തിൽ ഫ്രക്കാസ്റ്റോറോയെ അനുകൂലിക്കാൻ ആരുമുണ്ടായില്ല. പിന്തുടരാനാളില്ലാതെ തളർന്നുപോയി വൈദ്യശാസ്ത്രത്തിലെ ത്രിമൂർത്തികളുടെ മുന്നേറ്റം. കാലങ്ങൾ പിന്നിട്ടതിലൂടെ മനുഷ്യൻ ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വന്നു. ഈ കാലത്താണ് വില്യം ഹാർവി രക്തചംക്രമണം കണ്ടെത്തിയത്. എന്നാൽ ഈ കണ്ടെത്തലിനും രോഗശുശ്രൂഷയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല. പാരാസെൽസസിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്നത് 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഡോക്ടറായ തോമസ് സിഡൻഹാമാണ്. ഇംഗ്ലീഷ് ഹിപ്പോക്രറ്റ്സ് എന്നറിയപ്പെട്ട ഇദ്ദേഹമാണ് യൂറോപ്പിൽ മലേറിയക്കെതിരെ ആദ്യമായി ക്വിനിൻ ഉപയോഗിച്ചത്. എന്നാൽ രോഗത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച തോമസ് സിഡൻഹാം രോഗകാരണങ്ങളെപ്പറ്റി ചിന്തിച്ചതേയില്ല. അത്തനാസിയസ് പുതിയ ഉപകരണമായ ലെൻസ് ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും നടത്തി. ഇതിലൂടെ രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികൾ തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നിരുന്നാലും കാര്യങ്ങൾക്ക് വേണ്ടത്ര വ്യക്തത വന്നിരുന്നില്ല. എന്നാൽ അതിനായി കുറേ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. കുറച്ചു മാസങ്ങൾക്കകം തന്നെ ആൻ്റോണി വാൻ ല്യൂവൻഹുക്ക് ആദ്യത്തെ മൈക്രോസ്കോപ്പുമായി രംഗപ്രവേശനം ചെയ്തു. തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ വസ്തുക്കളെ 270 ഇരട്ടി വരെ വലുതായി കാണാൻ ല്യൂവൻഹുക്കിന് കഴിഞ്ഞു. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിരുന്ന ല്യൂവൻഹുക്കിന് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറഞ്ഞു. എങ്കിലും ഈ സൂക്ഷ്മജീവികളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംസാരം തുടർന്നു. അവസാനം സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് അധികാരിവർഗത്തിന് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് അവയുടെ ഉൽപ്പത്തിയെപ്പറ്റിയായി ചർച്ച. സൂക്ഷ്മജീവികൾ സ്വയം ഉണ്ടായതാണെന്ന സ്വയംഭൂ സിദ്ധാന്തത്തിൻ്റെ പക്ഷത്തായിരുന്നു മതാധികാരികൾ. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഫ്രാൻസിസ്കോ റീഡിയുടെയും ലാസാറോ സ്പെല്ലൻസാനിയുടെയും പരീക്ഷണങ്ങൾ വേണ്ടിവന്നു. കോടിക്കണക്കിന് ആളുകൾ പകർച്ചവ്യാധിയുടെ നീരാളിപിടുത്തം കണ്ടത് വസൂരിയിലൂടെയാണ്. വസൂരി പിടിപെട്ടവർ മരിക്കുകയോ വിരൂപരാവുകയോ ആയിരുന്നു പതിവ്. ഒരു നഗരത്തെയോ ഗ്രാമത്തെയോ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വിജനമാക്കാൻ വസൂരിക്ക് കഴിഞ്ഞിരുന്നു. ഇതിനെതിരെ വാക്സിൻ കണ്ടെത്താൻ ശ്രമിച്ചയാളാണ് എഡ്വേർഡ് ജെന്നർ. തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും 2 തരം ഗോവസൂരികളുണ്ടെന്ന് എഡ്വേർഡ് ജെന്നർ മനസ്സിലാക്കി. എന്നാൽ ഇതിൽ ഒന്നിനു മാത്രമേ മനുഷ്യന് വരുന്ന വസൂരി തടയാൻ കഴിയുകയുള്ളൂ. ഗോവസൂരി ബാധിച്ച പശുക്കളിൽ നിന്ന് രോഗത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പഴുപ്പ് പുറത്തെടുത്തു. വാക്സിൻ എന്ന് വിളിച്ച ഈ പഴുപ്പ് കുത്തിവെച്ച 8 വയസ്സുകാരന് വസൂരി ബാധിക്കാതായത് ലോകജനതയ്ക്ക് വസൂരിയോടുള്ള ഭയം അവസാനിപ്പിച്ചു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യുന്ന പലരും മരിക്കാൻ തുടങ്ങി. പ്രസവിക്കുന്ന അമ്മമാരും പെറ്റുവീഴുന്ന കുഞ്ഞുങ്ങളുടെയും മരണനിരക്കുയർന്നു. ഓപ്പറേഷൻ ചെയ്ത മുറിവിലൂടെ കയറുന്ന സൂക്ഷ്മജീവികളാണ് മരണകാരണമെന്ന് വിയന്നയിലെ ഡോക്ടറായ സെമ്മൽവീസ് കണ്ടെത്തി. ഇതിനായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഡോക്ടറോടും നഴ്സുമാരോടും ക്ലോറിൻ ജലത്തിൽ കൈമുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതു വിശ്വസിക്കാത്ത മറ്റു ഡോക്ടർമാർ സെമ്മൽവീസിനെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ തൻ്റെ സംശയങ്ങൾ ലൂയി പാസ്റ്റർ ശാസ്ത്രീയമായി തെളിയിക്കുന്നതും ജോസഫ് ലിസ്റ്റർ അതിന് പ്രായോഗിക രൂപം നൽകുന്നതും കാണാതെ 1865 സെമ്മൽവീസ് മരിച്ചു. സൂക്ഷ്മാണുക്കൾ പകരുന്നത് വായുവിലൂടെയാണെന്ന് മനസ്സിലായ ലൂയി പാസ്റ്റർ അവയെ നശിപ്പിക്കാനുള്ള പാസ്റ്ററൈസേഷൻ വിധിയും കണ്ടെത്തി. ഒരു പ്രത്യേക താപനില വരെ ചൂടാക്കിയാൽ മൈക്രോബുകൾ നശിക്കുമെന്നും എന്നാൽ ഭക്ഷ്യവസ്തുക്കൾക്ക് കേടുപാടുണ്ടാകില്ലെന്നും ലൂയി പാസ്റ്റർ കണ്ടെത്തി. മുറിവിലൂടെയാണ് സൂക്ഷ്മജീവികൾ പകരുന്നതെങ്കിൽ അവയെ നശിപ്പിക്കാൻ പറ്റിയ മരുന്ന് മുറിവിന് മുകളിൽ പുരട്ടിയാൽ പോരെ എന്ന ചോദ്യത്തിൽ നിന്നാണ് ജോസഫ് ലിസ്റ്റർ എന്ന ഡോക്ടർ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കാർബോളിക് അമ്ലം കണ്ടെത്തിയത്. ലൂയി പാസ്റ്റർ തുറന്നു കാണിച്ച മൈക്രോബുകളുടെ പുതിയ ലോകത്തിൽ ആകൃഷ്ടനായ ജർമ്മൻ ഡോക്ടറാണ് റോബർട്ട് കോക്ക്. ജർമ്മനി ഫ്രാൻസിൻ്റെ ശത്രുവായിരുന്നു. അതിനാൽ തന്നെ ദേശസ്നേഹിയായ ഫ്രഞ്ചുകാരൻ പാസ്റ്റർക്ക് ജർമ്മൻകാരനായ റോബർട്ട് കോക്ക് മൈക്രോബുകളുടെ ലോകത്ത് നേട്ടമുണ്ടാക്കുന്നത് സഹിക്കാനായില്ല. ജർമ്മൻകാരൻ്റെ മുന്നിലെത്താനുള്ള ലൂയി പാസ്റ്ററുടെ പ്രയത്നം മൈക്രോബയോളജിയുടെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമായി. ആന്ത്രാക്സ് രോഗത്തിനു കാരണമായ മൈക്രോബിനെ കണ്ടെത്താനും അവയെ വേർതിരിക്കാനുമായത് റോബർട്ട് കോക്കിന് നേട്ടമായി. ഇതിൽ പ്രകോപിതനായ ലൂയി പാസ്റ്റർ കണ്ടെത്തിയത് ആന്ത്രാക്സിനുള്ള വാക്സിനായിരുന്നു. ആന്ത്രാക്സിനും കോളറയ്ക്കും വാക്സിൻ കണ്ടെത്തിയ ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കും വാക്സിൻ കണ്ടെത്തുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇതു മനസ്സിലാക്കിയ ഫ്രഞ്ച് ഭരണകൂടം പാരീസിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. പേ പിടിച്ച പട്ടികളുടെ മസ്തിഷ്കത്തിലാണ് രോഗകാരണമായ മൈക്രോബുകൾ വളർന്നതെന്ന് മനസ്സിലാക്കിയ ലൂയി പാസ്റ്റർ ഒടുവിൽ പേവിഷബാധയ്ക്കും വാക്സിൻ കണ്ടെത്തി.
ലൂയി പാസ്റ്ററുടെ പാത പിന്തുടർന്ന നിരവധി ഗവേഷകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെയും വിനാശകാരികളായ മൈക്രോബുകളെ വെളിച്ചത്തു കൊണ്ടുവന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബാക്ടീരിയോളജി ഒരു ശാസ്ത്രശാഖയായി വളർന്നിരുന്നു. അതോടെ കുഷ്ഠം, മലമ്പനി, ഗൊണേറിയ, ടെറ്റനസ്, പ്ലേഗ്, ഡിഫ്തീരിയ എന്നിങ്ങനെ മിക്ക രോഗങ്ങളുടെയും കാരണക്കാരെ കണ്ടുപിടിക്കാനായി. മൈക്രോബുകൾ ശരീരത്തിലാകെ പടരുന്നതിലാണ് രോഗി മരിക്കുന്നത് എന്ന് കരുതിയവർക്ക് മുന്നിൽ റഷ്യൻ ഗവേഷകൻ മെച്നിക്കോഫ് കണ്ടെത്തി ഈ മൈക്രോബുകൾ പുറപ്പെടുവിക്കുന്ന വിഷമാണ് മരണത്തിനു കാരണമെന്ന്. ഇത്രയും കാലം നിലനിന്നിരുന്ന വാക്സിനുകൾ രോഗം വരുന്നതിന് മുമ്പ് കുത്തിവെക്കേണ്ടവയായിരുന്നു. എന്നാൽ രോഗം വന്നുകഴിഞ്ഞാൽ ഇതൊന്നും ഫലപ്രദമല്ല. അതിനാൽ തന്നെ മൈക്രോബുകളെ ശരീരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾക്ക് വേണ്ടിയായി പിന്നീടുള്ള പരീക്ഷണം. 1888 ഫ്രൂഡൻറിച്ചിന് വിജയകരമായ ഒരു പരീക്ഷണം നടത്താൻ കഴിഞ്ഞു. പല മൈക്രോബുകളോടും ശത്രുതയുള്ള ഒരു മൈക്രോബിനെ അദ്ദേഹം വേർപെടുത്തിയെടുത്തു. അതിനെ ഒരു ദ്രാവകത്തിൽ വളർത്തിയ ഫ്രൂഡൻറിച്ചിന് പിന്നീട് ദ്രാവകം അരിച്ചെടുക്കാനായി. മൈക്രോബുകൾ ഉണ്ടാക്കിയ ചില രാസപദാർത്ഥങ്ങൾ ദ്രാവകത്തിൽ ഉണ്ടാകുമെന്നുറപ്പിച്ച ഫ്രൂഡൻറിച്ച് ഈ ദ്രാവകം പല മൈക്രോബുകൾക്കെതിരെയും പരീക്ഷിച്ചു. മൈക്രോബുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥം ഈ ദ്രാവകത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഫ്രൂഡൻറിച്ചിന് പക്ഷേ ആ പദാർത്ഥം മാത്രമായി വേർതിരിക്കാനായില്ല. മൈക്രോബുകളെ നശിപ്പിക്കാനുള്ള പദാർത്ഥം മനുഷ്യ ശരീരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ചിന്തയായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്. ഒരുതരം ബാക്ടീരിയയെ മാത്രം നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലെ എൻസൈമാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ എൻസൈമിന് ലൈസോസൈം എന്ന് പേര് നൽകി. തൻ്റെ പരീക്ഷണശാലയിൽ വന്നുപെട്ട ഒരു പൂപ്പിന് പലതരം മൈക്രോബുകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആ പൂപ്പിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. സസ്യശാസ്ത്ര വിദഗ്ധരുമായി നടത്തിയ ചർച്ചയിൽ അത് പെൻസിലിയം നൊട്ടേറ്റം ആണെന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് തിരിച്ചറിഞ്ഞു. പൂപ്പിൽ നിന്നുണ്ടാക്കിയ പദാർത്ഥത്തിന് അദ്ദേഹം പെനിസിലിൻ എന്നു പേര് നൽകി. തുടർന്ന് എലികളിലെ പരീക്ഷണം പെൻസിലിൻ ശരീരഭാഗങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന നിഗമനത്തിലെത്തിച്ചേർന്നു. ഇതുതന്നെയായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിംഗ് തേടിക്കൊണ്ടിരുന്ന ഔഷധം. എങ്കിലും ശുദ്ധമായ പെനിസിലിൻ വേർതിരിച്ചെടുക്കാൻ 1945 വരെ കാത്തിരിക്കേണ്ടി വന്നു. പെനിസിലിൻ്റെ കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ച അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് ലോകം 1945 നോബൽ നൽകി ആദരിച്ചു. ഈ കാലയളവിൽ തന്നെയാണ് അമേരിക്കയിലെ സെൽമാൻ വാക്സ്മാൻ ക്ഷയരോഗ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയത്. 1921 ക്ഷയരോഗത്തിനെതിരായി കാൽമെറ്റും ഗുറിനും കണ്ടെത്തിയ BCG വാക്സിനും സെൽമാൻ വാക്സ്മാൻ്റെ സ്ട്രെപ്റ്റോമൈസിനും കൂടെ ക്ഷയരോഗ ചികിത്സയെ പൂർണ്ണതയിലെത്തിച്ചു. മാജിക് ബുള്ളറ്റുകൾ എന്ന് വിളിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ രോഗചികിത്സാ രംഗത്ത് കൊണ്ടുവന്നത് പ്രകടമായ മാറ്റങ്ങളാണ്. എന്നാൽ കാലം മുന്നേറും തോറും കൂടുതൽ ശക്തിയുള്ള മൈക്രോബുകൾ വളർന്നു വന്നു. അവയുടെ ചികിത്സയ്ക്കായി ആൻറ്റിബയോട്ടിക്കുകളും ശക്തിയാർജിച്ചു. മൈക്രോബുകൾക്ക് മാത്രമല്ല പല ജനിതക രോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താൻ ശ്രമം നടന്നിട്ടുണ്ട്. 1990കളിൽ തുടങ്ങിയ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇതിനുദാഹരണമാണ്. വാട്സണും ക്രിക്കും ചേർന്ന് നൽകിയ DNA-യുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഇതിന് തുടക്കമായെന്നു മാത്രം. രോഗങ്ങൾക്കെതിരെയുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ പോരാട്ടത്തിന് സഹസ്രങ്ങൾ പഴക്കമുണ്ട്. അതിന്നും കൊറോണ വൈറസിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നു.